ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 012 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദ ബേസിക് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം കമ്പ്യൂട്ടർ ഇസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ആൻ ഇൻഫർമേഷൻ ടെക്നോളജി നെറ്റ്വർക്ക്. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജി നെറ്റ്വർക്കിലെ മെയിൻ കമ്പോണന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ പഠിക്കാനുള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. ദാറ്റ് ഇസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇപ്പോഴും ന്യൂ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. എന്താണ് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പേപ്പർ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അല്ലെ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് നമ്മൾ ഈ ഒരു നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ്, ഓക്കെ, എങ്ങനെയാണ് ഓരോ കമ്പോണൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ആർക്കിടെക്ചറിലേക്ക് വരുമ്പം അത് ഓരോന്നും ഇന്റർ കണക്ട് ചെയ്ത് എങ്ങനെയാണ് വർക്കിംഗ്, ഓക്കെ, ഹൗ ഡസ് ഇറ്റ് പെർഫോം ദ ടാസ്ക്, അതൊക്കെയാണ് ആർക്കിടെക്ചറിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട് കോൺസെപ്റ്റ് ഓഫ് സിമ്പിൾ മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ദെൻ കമ്പ്യൂട്ടേഴ്സിന്റെ ബേസിക് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതുപോലെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ നോക്കാം. അപ്പം വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ ആ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആ ഉള്ളത്. വി ഹാവ് മെയിൻ മെമ്മറി ഉണ്ട്. പിന്നീട് നമുക്ക് അവിടെ ഉള്ളത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ദാറ്റ് ഇസ് CPU. CPU-ൽ തന്നെ ദർ ആർ 3 ഡിഫറെന്റ് കമ്പോണൻസ്. അവിടെ തന്നെ 3 വേറെ കമ്പോണൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സ്, എന്താ രജിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ദെൻ വി ഹാവ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അപ്പം CPU-നുള്ളിൽ വരുന്ന 3 കമ്പോണൻസ് ആണ് രജിസ്റ്റേഴ്സ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ദെൻ കൺട്രോൾ യൂണിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു മെയിൻ മെമ്മറി ഉണ്ട്, CPU, ദെൻ വി ഹാവ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഡേറ്റ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എങ്ങനെയാണ് നമുക്ക് പ്രോസസ് ചെയ്ത ഡേറ്റ കിട്ടുക, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ബസ് സ്ട്രക്ചർ. ഓക്കെ, ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ കണക്റ്റിംഗ് ലൈൻസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മെമ്മറിയിൽ നിന്ന് CPU-യിലേക്കും, CPU-യിൽ നിന്ന് മെമ്മറിയിലേക്കും, അതുപോലെ നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ നിന്ന് CPU-യിലേക്കും, ഓക്കെ, ഇങ്ങനെ ഇന്റർ കണക്ഷന് വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഡബിൾ ആരോ കൊടുത്തേക്കുന്ന അത് നമ്മൾ 2-വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സിംഗിൾ ആരോ എന്ന് പറയുമ്പം CPU-ന്ന് മെയിൻ മെമ്മറിയിലേക്ക് മാത്രമേ എന്തുള്ളൂ അഡ്രസ് ഇന്റർ കണക്ഷൻ, അഡ്രസ് ബസ് പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, വോൺ ന്യൂമാൻ proposed his computer architecture design in 1945, which was later known as von Neumann architecture. അപ്പോൾ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആൻഡ് ഹീസ് എ മാത്തമാറ്റീഷ്യൻ ഓൾസോ. അപ്പം
Von Neumann proposed his computer architecture in 1945. Okay, later it is known as Von Neumann architecture. Von Neumann architecture based on stored program computer concept. അപ്പം വോൺ ന്യൂമൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചർ, ഓക്കെ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. ഈ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കോൺസെപ്റ്റ്. എന്താ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്കൊരു മെയിൻ മെമ്മറി നമ്മൾ കണ്ടോ, ഇവിടെ ഒരു മെയിൻ മെമ്മറി ഉണ്ട്. അപ്പം നമുക്ക് ഡേറ്റ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ഒരു സിംഗിൾ മെയിൻ മെമ്മറിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ. വേർ ഇൻസ്ട്രക്ഷൻ, ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ സെയിം മെമ്മറി. അപ്പൊ നമ്മളിവിടെ സെയിം മെമ്മറിയിലായിരിക്കും ഇൻസ്ട്രക്ഷൻ ഡേറ്റയും അതുപോലെ തന്നെ പ്രോഗ്രാം ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സെയിം മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ചെയ്യുന്ന ഇൻപുട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് ഡേറ്റ ആയിട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 5 എന്നും ബി ഈക്വൽ ടു 6 എന്നും. എന്നിട്ട് നമുക്ക് ഇതിനൊരു അഡീഷൻ, ഫോർ എക്സാമ്പിൾ അഡീഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ എ പ്ലസ് ബി ചെയ്തിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം ഡേറ്റ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ദാറ്റ് ഇസ് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 5, അങ്ങനെ ഒരു അത് ഡേറ്റയാണ്. ഇനി നമുക്ക് പെർഫോം ചെയ്യേണ്ട ഒരു ടാസ്ക് ഉണ്ട്, അതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എ പ്ലസ് ബി ചെയ്യണം, അത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പം ഈ ഡേറ്റയും ഇൻസ്ട്രക്ഷനും രണ്ടും എങ്ങനെയാ നമ്മൾ ഒരു മെയിൻ മെമ്മറി തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ കോൺസെപ്റ്റ്, വേർ ഇൻസ്ട്രക്ഷൻ ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ സെയിം memory. Okay, even all the most modern computers and mobile devices are designed based on this fundamental concept. ഇപ്പൊ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണെങ്കിലും മൊബൈൽ ഡിവൈസസ് ആണെങ്കിലും ഫോളോ ചെയ്യുന്ന ഈ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, a von Neumann based computer. ഓക്കെ, ഒരു വോൺ ന്യൂമൻ ബേസ്ഡ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് നോക്കാം. അത് യൂസ് ചെയ്യുന്നത് സിംഗിൾ പ്രോസസർ ആയിരിക്കും. ഒരു സിംഗിൾ പ്രോസസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. യൂസസ് 1 മെമ്മറി ഫോർ ബോത്ത് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ. ഡേറ്റയ്ക്കും ഇൻസ്ട്രക്ഷൻസിനും വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒറ്റ മെമ്മറിയാ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, അത് uses 1 memory for store both the instructions and data. Then it will execute programs following fetch, decode, execute cycle. അപ്പം ഇത് ഫോളോ ചെയ്യുന്നത് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് സ്റ്റോർ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഇമേജിൽ അത് മനസ്സിലാകും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു. അപ്പം ആ ഇൻപുട്ട് ചെയ്ത ഡേറ്റയെ മെമ്മറിയിലായിരിക്കും. ഓക്കെ, ഡേറ്റ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും റാം, ഇവിടെ റാൻഡം ആക്സസ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. റാമിൽ സ്റ്റോർ ചെയ്യുന്നു, അതിനെ ഫെച്ച് ചെയ്യുന്നു. റാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഡേറ്റയെ ഫെച്ച് ചെയ്യും. അതിനെ ഫെച്ച് ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും അതിനെ ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, ഫെച്ച് ചെയ്യുക, ഡേറ്റ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്, അതാണ് ആ ഡീകോഡിംഗ് സെഷനിൽ പെർഫോം ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്, കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനാണെങ്കിൽ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നു, ദെൻ അതിനെ ഡീകോഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് അഡീഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നീട് അത് ഇതിലേക്ക് കൊടുക്കും, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലേക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ ആ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനാണെങ്കിൽ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ALU ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദെൻ
അത് സ്റ്റോർ ചെയ്യുക, റാമിലേക്ക് വീണ്ടും സ്റ്റോർ ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രോസസ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പോണൻസ് ഓഫ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. There we have CPU, Central Processing Unit, buses, Memory Unit. Okay. ഫസ്റ്റ് വൺ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മൾ പറഞ്ഞു CPU. നമുക്കറിയാം ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ് CPU എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ദാറ്റ് പെർഫോം ദ ബൾക്ക് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ആസ് ദ CPU. അപ്പം നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ബൾക്ക് ഓഫ് പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് എല്ലാം, ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സിങ്ങുകൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്, അല്ലെ? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ്സർ ആയിരിക്കും അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അപ്പം ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആയിരിക്കും ഈ ബൾക്ക് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് പെർഫോം ചെയ്യുന്നത് എപ്പോഴും CPU ആണ്. CPU പെർഫോം എ വെറൈറ്റി ഓഫ് ഫങ്ഷൻ dictated by the type of instruction that are incorporated in the computer. അപ്പം CPU വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്ത് CPU വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. The major components of CPU are arithmetic and logical unit. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് arithmetic and logical unit ഉണ്ട്, control unit CU or control unit, and then we have variety of registers. Okay, അപ്പം രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ആ പ്രോസസ്സിന് വേണ്ടി കൊടുക്കുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, രജിസ്റ്റേഴ്സ് ഹൈ സ്പീഡ് സ്റ്റോറേജിൽ ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ്. അപ്പം രജിസ്റ്റേഴ്സിലായിരിക്കും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് ഓവറോൾ CPUലെ ഫങ്ഷനാലിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ദെൻ അവിടെ നമുക്ക് പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ അത് പെർഫോം ചെയ്യുന്നത് ALU ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു നമ്മളുടെ CPUവില് 3 കമ്പോണൻസ് ആ ഉള്ളത്, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ദെൻ രജിസ്റ്റേഴ്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അരിത്തമെറ്റിക്കും ലോജിക്കലുമായിട്ടുള്ള ഓപ്പറേഷൻസ് അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന്റെ മെയിൻ task. Arithmetic and logic unit ALU perform the required micro operation for executing the instruction. In simple words, ALU allows arithmetic operation, that is add, subtract, multiply, ഇങ്ങനെയുള്ള arithmetic ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ALU ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ, എക്സോർ, നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ്. അപ്പൊ അതൊക്കെ ലോജിക്കൽ ഓപ്പറേഷൻസ്. ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. നമുക്കതിന്റെ ആ നെയിമിന്ന് തന്നെ മനസ്സിലാക്കാം. അരിത്തമെറ്റിക് നമുക്കറിയാം, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ. അതുപോലെ ലോജിക്കൽ നമുക്കറിയാം, ലോജിക്കൽ ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട്, ഇതൊക്കെ നമ്മൾ ഇനി ഇൻ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യും. ദെൻ വി ഹാവ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് എന്തൊക്കെ ഓപ്പറേഷൻസ് ആ പെർഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കൺട്രോൾ യൂണിറ്റ് ഓവറോൾ സിസ്റ്റത്തിന്റെ ഫങ്ഷനാലിറ്റി, അല്ലെ, ഓവറോൾ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെ, കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യുന്നു. ദ കൺട്രോൾ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് components like ALU, memory, input output devices. ഓക്കെ, അപ്പം കൺട്രോൾ യൂണിറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ALU, മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ എല്ലാം കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. Okay, the control unit consists of a program counter that contain the address of the instruction to be fetched and the instruction register into which instruction are fetched from memory for execution. നമ്മൾ പറഞ്ഞു, അപ്പോൾ നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ,
ഓക്കെ, കൺട്രോൾ യൂണിറ്റിലെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷനില് നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ഫെച്ച് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അപ്പം അതിന്റെ അഡ്രസ് ഫസ്റ്റ് നമ്മൾ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അതിന്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ആ പ്രോഗ്രാം കൗണ്ടർ ഈ കൺട്രോൾ യൂണിറ്റിന് ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സിലേക്കായിരിക്കും ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സിലേക്ക് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. ഓക്കെ, രജിസ്റ്റേഴ്സ് റെഫേഴ്സ് ടു ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ ഇൻ ദ CPU. അപ്പം CPU-ല് നമുക്ക് പ്രോസസ്സിംഗ് ആണല്ലോ CPU-ല് മെയിൻ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പം CPU-ല് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ സ്പീഡ്, നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയയാണ് രജിസ്റ്റേഴ്സ്. ദ ഡേറ്റ പ്രോസസ്സിംഗ് ബൈ CPU ആർ ഫെച്ച്ഡ് ഫ്രം ദ രജിസ്റ്റേഴ്സ്. CPU പെർഫോം ചെയ്യുന്നു ഡേറ്റ പ്രോസസ്സിങ്. ഓക്കെ, അപ്പം CPU-ന് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ CPU ഫെച്ച് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഈ രജിസ്റ്റേഴ്സിൽ നിന്ന് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, അക്യൂമുലേറ്റർ. എന്തിനാ അക്യൂമുലേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്യൂമുലേറ്റർ സ്റ്റോർ ദ റിസൾട്ട് ഓഫ് കാൽക്കുലേഷൻ മെയ്ഡ് ബൈ ദ ALU ഫോർ ടെമ്പററി പർപ്പസ്. അപ്പം അക്യൂമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. അതിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാല് വിച്ച് സ്റ്റോർ ദ കാൽക്കുലേഷൻ മെയ്ഡ് ബൈ ദ ALU. അപ്പം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൽ നടക്കുന്ന കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, അതിനെ ടെമ്പററി ആയിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അക്യൂമുലേറ്റർ ആയിരിക്കും. ദെൻ വി ഹാവ് പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് കീപ് ട്രാക്ക് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഡെൽറ്റ് വിത്ത്. The program counter then passes this next address to the memory address register. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഫെച്ച് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും. എന്നിട്ട് ഈ പ്രോഗ്രാം കൗണ്ടറിൽ ആ സ്റ്റോർ ചെയ്ത ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിനെ എവിടേക്ക് പാസ് ചെയ്യുന്നു? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്ന വേറൊരു രജിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ജസ്റ്റ് ഓരോരോ രജിസ്റ്റേഴ്സിനെ പറ്റി അതിന്റെ ഡ്യൂട്ടി അത് എന്തൊക്കെയാ പെർഫോം ചെയ്യുന്നതെന്ന് നമ്മളിപ്പം ജസ്റ്റ് നോക്കുക. നമുക്ക് ഇനിയും ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടക്കുന്നത്, ഓക്കെ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എങ്ങനെയാ പോകുന്നത്, നമുക്ക് അപ്കമിങ് സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അക്യൂമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ, പിന്നീട് നമ്മൾ പറഞ്ഞു മെമ്മറി അഡ്രസ് രജിസ്റ്റർ അല്ലെ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ സ്റ്റോർ വിച്ച് സ്റ്റോർ ദ മെമ്മറി ലൊക്കേഷൻ ഫോർ ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് നീഡ് ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറി ഓർ സ്റ്റോർഡ് ഇൻ ടു ദ മെമ്മറി. അപ്പം മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും മെമ്മറി ലൊക്കേഷൻ, ഡേറ്റയുടെ ആണേലും ഇൻസ്ട്രക്ഷന്റെ ആണേലും memory location for data or instruction that need to be fetched from memory or stored into memory. Okay, ആ ഒരു പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ ഏത് ഡേറ്റയുടെ ആണ് ഏത് ഇൻസ്ട്രക്ഷന്റെ ആണ് അതിന്റെ ആ ഒരു പർട്ടിക്കുലർ അഡ്രസ് ആയിരിക്കും മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് മെമ്മറി ഡേറ്റ രജിസ്റ്റർ. ഓക്കെ, അപ്പം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം മെമ്മറി ഡേറ്റ രജിസ്റ്റർ. അവിടെ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ ആയിരിക്കും. ഓക്കെ, അഡ്രസ്സ് നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ഡേറ്റ രജിസ്റ്ററിലായിരിക്കും. വിച്ച് സ്റ്റോർസ് ദ ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം മെമ്മറി ഓർ എനി ഡേറ്റ ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. അപ്പം ഇൻ സിമ്പിൾ നമുക്ക് പറയാൻ പറ്റും മെമ്മറി ഡേറ്റ രജിസ്റ്ററിൽ ഏത് ഡേറ്റയാണോ നമുക്ക് ഫെച്ച് ചെയ്തിട്ടുള്ള ഡേറ്റ ഏതാണ് അതിനെ ആയിരിക്കും മെമ്മറി ഡേറ്റ രജിസ്റ്ററിൽ
സ്റ്റോർ ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, വി ക്യാൻ സേ ദാറ്റ് കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് മോസ്റ്റ് റീസെന്റ് ആയിട്ട് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഏറ്റവും മോസ്റ്റ് റീസെന്റ് ആയിട്ട് ഏത് ഇൻസ്ട്രക്ഷനെയാണോ ഫെച്ച് ചെയ്തത് അതായിരിക്കും എന്താ കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ദ മോസ്റ്റ് റീസെന്റ്ലി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ വൈൽ ഇറ്റ് ഈസ് വെയിറ്റിംഗ് ടു ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. അത് ഡീകോഡ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയോ വെയിറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ ആയിരിക്കും കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം രജിസ്റ്റർ. ഓക്കെ, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എ ഫാസ്റ്റ് മെമ്മറി ലൊക്കേഷൻ അവൈലബിൾ ഇൻ CPU. CPUയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് മെമ്മറി ലൊക്കേഷൻ ആണ് രജിസ്റ്റേഴ്സ്. അപ്പം നമുക്ക് CPU ഡിഫറെന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ രജിസ്റ്ററിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ CPU-നുള്ളിൽ നമുക്ക് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, ദെൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമുക്കുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പം ഈ 3 കമ്പോണൻസ് ആയിട്ട് നമുക്കിതിനെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ഡേറ്റ നമുക്ക് സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബസ്സസ്. Okay, buses are the means by which information is shared between registers in multiple register configuration system. Okay, അപ്പൊ നമുക്ക് ബസ്സസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ ബസ് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കോമൺ ലൈൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കോമൺ ലൈൻസ് ആണ്, one for each bit of a register, through which binary information is transferred one at a time. അപ്പം ഈ ബസിന്റെ ഹെൽപ്പോട് കൂടിയാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബൈനറി ഇൻഫർമേഷൻ. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ബൈനറി ഡേറ്റ, സീറോസ് ആൻഡ് വൺസ് ഫോമിലായിരിക്കും ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ബൈനറി ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ്സസ് യൂസ് ചെയ്യുന്നത്. Control signals determine which register is selected by bus during each particular register transfer. അപ്പം നമ്മുടെ കൺട്രോൾ സിഗ്നൽ ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ബസ്സാണ് ഇപ്പൊ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നത്, ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഏത് ബസ്സാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ പർട്ടിക്കുലർ കൺട്രോൾ യൂണിറ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, വോൺ ന്യൂമൻ ആർക്കിടെക്ചർ comprised of 3 major bus systems for data transfer. അപ്പം നമ്മുടെ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ വി ഹാവ് 3 type of bus structures. നമുക്ക് 3 ടൈപ്പ് ബസ്സാ ഉള്ളത്. ഫസ്റ്റ് വൺ അഡ്രസ് ബസ്. ഓക്കെ, അഡ്രസ് ബസ് ക്യാരി ദ അഡ്രസ് ഓഫ് ദ ഡേറ്റ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് മെമ്മറി. ഓക്കെ, അഡ്രസ് ബസ് ക്യാരി ചെയ്യുന്നത് അഡ്രസ് ഓഫ് ഡേറ്റ. ഓക്കെ, ഡേറ്റയുടെ അഡ്രസ് ആയിരിക്കും പ്രോസസറിനും മെമ്മറിക്കും ഇടയിൽ നമുക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുള്ള അഡ്രസ് ആയിരിക്കും അഡ്രസ് ബസ്സിൽ സ്റ്റോർ ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റ ബസ് എന്ന് പറയുന്നത് നമുക്ക് പേര് പോലെ തന്നെ അറിയും, ഡേറ്റ ആയിരിക്കും അഡ്രസ് ബസ്സിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റയുടെ അഡ്രസ്. അപ്പം ഡേറ്റ ബസ്സിൽ ആ കറസ്പോണ്ടിങ് ഡേറ്റ എന്താണോ അത്. Okay, database carries data between processor, memory unit and input output devices. അപ്പം പ്രോസസറിലേക്കാണെങ്കിലും നമ്മളുടെ മെമ്മറിയിലേക്കാണെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കാണെങ്കിലും ഇതിലേക്കൊക്കെ നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നത് ഡേറ്റാ ബസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ദെൻ നമുക്കറിയാം കൺട്രോൾ ബസ്. കൺട്രോൾ ബസ് എന്തിനായിരിക്കും? കൺട്രോൾ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. കൺട്രോൾ ബസ് ക്യാരി സിഗ്നൽസ് ഓർ കമാൻഡ് ഫ്രം ദ CPU എന്നുള്ള കൺട്രോൾ സിഗ്നൽസിനെ ക്യാരി ചെയ്യാനാണ് കൺട്രോൾ ബസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിച്ച് ഇസ് സെറ്റ് ഓഫ് കോമൺ ലൈൻസ് ആണ്. അത് നമുക്ക്
എന്താ നമ്മുടെ ബൈനറി ഇൻഫർമേഷനെ വൺ അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പം നമ്മൾ പെർഫോം ചെയ്ത പർട്ടിക്കുലർ ഓപ്പറേഷൻസിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് സിഗ്നൽസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും അഡ്രസ് ആണെങ്കിലും ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണ് നമുക്ക് പഠിക്കണം. നമ്മൾ പറഞ്ഞല്ലോ നമുക്കൊരു മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഓക്കെ, മെമ്മറി യൂണിറ്റിൽ നമ്മൾ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ ഡേറ്റ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും സെയിം മെമ്മറി യൂണിറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ മെമ്മറി യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം. എ മെമ്മറി യൂണിറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ടുഗെദർ വിത്ത് associated circuits need to transfer information in and out of the storage. അപ്പോൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ആണ്. ഓക്കെ, നമുക്ക് ഡേറ്റയും അതുപോലെ ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്യാനുള്ള കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ആണ്. ഓക്കെ, അത് സർക്യൂട്ട്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ സ്റ്റോറേജ് ഏരിയയിൽ സ്റ്റോറേജ് സെൽസിൽ നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് സ്റ്റോറേജ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സ്റ്റോറേജ്. എ മെമ്മറി യൂണിറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ടുഗെദർ വിത്ത് associated circuits need to transfer information in and out of the storage. സ്റ്റോറേജ് ചെയ്യാനും അതിൽ നിന്ന് സ്റ്റോറേജിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്ത് സ്റ്റോറേജ് ഏരിയയിലേക്ക് കൊടുക്കുന്നു. നമുക്ക് പ്രോസസ്സറിന്റെ ഹെൽപ്പോടുകൂടി മെമ്മറി യൂണിറ്റിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഡേറ്റയെ നമ്മൾ പ്രോസസ്സറിന്റെ ഹെൽപ്പോട് പ്രോസസ് ചെയ്ത് മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു മെമ്മറിയിൽ നിന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ടും കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതായത് മെമ്മറിയിലേക്ക് കൊടുക്കുന്നു, പ്രോസസ് ചെയ്തതിന് ശേഷം പ്രോസസ്സർ പ്രോസസ് ചെയ്തിട്ട് വീണ്ടും മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ അതിൽ നിന്ന് മെമ്മറിയിൽ നിന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിലൂടെ നമുക്ക് പർട്ടിക്കുലർ പ്രോസസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. Okay, the memory store binary information in group of bit is called words. അപ്പൊ മെമ്മറിയിൽ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എപ്പോഴും ബൈനറി ഡേറ്റ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പം ടെക്സ്റ്റ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് കമ്പ്യൂട്ടറിൽ എപ്പോഴും സീറോസ് ആൻഡ് വൺ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം സീറോസ് ആൻഡ് വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറി സ്റ്റോർ ബൈനറി ഇൻഫർമേഷൻ ഇൻ ഗ്രൂപ്പ് ഓഫ് ബിറ്റ് ഈസ് കോൾഡ് വേർഡ്. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെയാണ് നമ്മൾ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the internal structure of a memory unit is specified by the number of words it contain and number of bit in each word. അപ്പം ഇന്റേണൽ സ്ട്രക്ചർ, ഒരു മെമ്മറി യൂണിറ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എന്തിന്റെ ഹെൽപ്പോട് കൂടിയ നമ്പർ ഓഫ് വേർഡ്സ്, അതായത് എത്ര ബിറ്റ് സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് വേർഡ്സ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ആ ഒരു മെമ്മറിയുടെ ഇന്റേണൽ സ്ട്രക്ചറിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം മെമ്മറി യൂണിറ്റ് എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. മെമ്മറി യൂണിറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ടുഗെദർ വിത്ത് അസോസിയേറ്റഡ് സർക്യൂട്ട്സ് നീഡ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ മെമ്മറി യൂണിറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. Generally, there are two type of memory, that is random access memory and read-only memory, RAM and ROM. Okay. മെമ്മറി യൂണിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ ഇൻ ഡെപ്ത് പിന്നീട് ഉള്ള സെഷൻസിൽ പഠിക്കും. ഇപ്പം മനസ്സിലാക്കി വെക്കുക, നമുക്ക് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ മെമ്മറിയുടെ കൺസെപ്റ്റ് വരുന്നത്. നമ്മളിവിടെ ഡേറ്റ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും സെയിം മെമ്മറി തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിന്റെ ആ ഒരു സ്ട്രക്ചർ ഒന്നും കൂടി നോക്കാം. വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ നമുക്ക് മെയിൻ മെമ്മറി ഉണ്ട്. അവിടെയാണ് ഡേറ്റ ആണേലും ഇൻസ്ട്രക്ഷൻ ആണേലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
ഓക്കെ. എന്നിട്ട് ഈ മെയിൻ മെമ്മറിന്ന് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇന്റർ കണക്ഷൻ. ഓക്കെ. അപ്പം നമുക്കിവിടെ ഡേറ്റാ ബസ് ഉണ്ട്. ഓക്കെ. മെയിൻ മെമ്മറിന്ന് CPU കണക്ട് ചെയ്തിട്ടുണ്ട് ഡേറ്റാ ബേസ്. അപ്പം മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കും? ഡേറ്റയെ CPU കൊടുക്കും. CPU പ്രോസസ്സ് ചെയ്ത ആ ഒരു ഔട്ട്പുട്ടിനെ മെയിൻ മെമ്മറിയിലേക്കും കൊടുക്കും. ഇത് 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. ദെൻ CPU-യിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് അഡ്രസ് ഇന്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പം CPU-യിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷന്റെ എന്താ അഡ്രസ് ആയിരിക്കും അഡ്രസ് ബസ് വഴി മെയിൻ മെമ്മറിയിലേക്ക് കൊടുക്കുക. ഓക്കെ. ദെൻ നമുക്ക് അറിയാം CPU-യിൽ 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് CPU-യിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ, അങ്ങനെ നമുക്ക് പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അപ്പൊ ആ ഓപ്പറേഷൻസിനെ എല്ലാം പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിന് ബേസ് ചെയ്ത് നമ്മുടെ ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആയിരിക്കും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഓക്കെ. ദെൻ വി ഹാവ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് ഓവറോൾ ആക്ടിവിറ്റി CPU-യിലെ ഓവറോൾ ഫങ്ഷണാലിറ്റിയെ കൺട്രോൾ ചെയ്യും. ഓക്കെ. അപ്പം പ്രോസസ്സറിനുള്ളിലായിരിക്കും ഈ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഉണ്ട്. ഓക്കെ. അവിടെ ഡേറ്റ ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻ ഇന്റർ കണക്ഷൻ ആണ് അവിടെ ഉള്ളത്. ഡേറ്റ ആൻഡ് കൺട്രോൾ ബസ് ഉണ്ട്. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് ഡേറ്റ കൊടുക്കുന്നതും ഇതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് അവിടെ ഡേറ്റാ ബസ്സും ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഓക്കെ. അപ്പം വോൺ ന്യൂമൻ ആർക്കിടെക്ചർ നന്നായിട്ട് പഠിക്കുക. അത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. അപ്പൊ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിന്റെ ആ ഒരു ഗ്രാഫ് അല്ല, നമ്മുടെ ആ ഡയഗ്രാം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പഠിക്കണം. പിന്നെ അത് എന്തൊക്കെയാ നമ്മൾ അതിൽ പറഞ്ഞ പോയിന്റ്സ് വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച്.